ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗ്രില്ലൊന്നും ഇല്ലാതെ ഈസിയായി നമുക്കിന്നൊരു ചാർക്കോൾ ചിക്കൻ ഉണ്ടാക്കിയാലോ. ഇനി ആരും കടയിൽ നിന്നൊന്നും വാങ്ങിക്കണ്ട കേട്ടോ. വളരെ സിമ്പിളായി തന്നെ നമുക്ക് വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 100% ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റെസിപ്പിയാണേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. ഇതിനു വേണ്ടി ഞാനിവിടെ കഴുകി വൃത്തിയാക്കി 4 ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ലെഗ് പീസ് ഓരോന്നും ഞാൻ ഇതുപോലെ കത്തികൊണ്ട് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കേടും 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ് ആഡ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ കേട് ചേർക്കുമ്പോൾ അധികം പുളിയൊന്നും ഇല്ലാതെ ആഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ 2 കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അതാണ് ഒരു ഇത്തിരി പച്ച കളർ വരുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇത് ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂടി നമുക്ക് റെഡിയാക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കേടെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടീസ്പൂൺ എരിവുള്ള മുളകുമാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, ചെറുതായി അരിഞ്ഞ കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള ഈ ഒരു മസാല നമ്മൾ കേടിലും ചെറുനാരങ്ങ നീരിലും മാത്രമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. മസാല നന്നായി ചിക്കനിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ചെയ്തത് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ്. ഈവനിങ്ങിലൊരു 4 ഒക്കെ ആകുമ്പോഴാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിക്കനിലേക്ക് നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതുപോലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 പീസ് ബട്ടർ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നും ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. ചിക്കൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അത്രയൊക്കെ ഓയിൽ ഒഴിക്കണ്ടു. നമുക്കിനി ഇതിലേക്ക് ചിക്കൻ വെച്ച് കൊടുക്കാം. ചിക്കൻ വച്ചതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു സൈഡ് ആയതിനു ശേഷം മറ്റേ സൈഡ് കൂടി ഇതുപോലെ മറച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതിൽ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. പക്ഷേ എനിക്കത് ഫുള്ളായിട്ട് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഒരു 90% കുക്കായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എടുത്ത് ഇതുപോലെ മാറ്റി വെക്കാം. ബാക്കിയുള്ള 2 പീസ് കൂടി നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. മുഴുവനായി ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചാർക്കോൾ ചിക്കന് വേണ്ട ആ ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടി നമുക്ക് ഇതുപോലെ ഒരു 3-4 ചാർക്കോൾ കത്തിച്ചെടുത്ത് വെക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചിക്കൻ അറേഞ്ച് ചെയ്തതിന് ശേഷം കത്തിച്ച് വെച്ച ചാർക്കോൾ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി ഇതിൻ്റെ നടുവിലായി ഇങ്ങനെ വെച്ച് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ അതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് വെച്ച് അടച്ചു കൊടുക്കണേ. ഒരു 20 മിനിറ്റ് ഇതുപോലെ അടച്ചു വെച്ച് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്യണേ. നല്ല സ്മെല്ലാണ് കേട്ടോ. നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പം ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഏരിയയിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്മെല്ല് കിട്ടാറില്ലേ? അതേ സ്മെല്ല് എനിക്കിപ്പോൾ ഇവിടെ വീട്ടിൽ കിട്ടി കേട്ടോ. ചിക്കനൊക്കെ നല്ല അടിപൊളിയായി കുക്കായിട്ടുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഈ മയോനൈസും നമ്മളിവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.